എല്ലാവർക്കും തൃഷാസ് ക്വിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടാം. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ അന്തരിച്ച വർഷം ഏത്? 1994 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ. വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെ ചുറ്റിപ്പറ്റി ബഷീർ എഴുതിയ ലഘു നോവൽ ഏതാണ്? മാന്ത്രിക പൂച്ച. ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏതാണ്? യാ ഇലാഹി. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1954. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതാൻ ഫാത്തിമ ബീവിയെ സഹായിച്ചത് ആരായിരുന്നു? താഹ മാഡായി. കറുത്തിരുണ്ട് വിരൂപമായ നായികയെയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം തങ്കം. ബഷീറിൻ്റെതായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ, കത്തുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പുസ്തകം ഏതാണ്? നേരും നുണയും. ആനപ്പൂട എന്ന ഗ്രന്ഥത്തിൽ ബഷീർ ആനവാൽ മോഷ്ടിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ബഷീറിൻ്റെ ക്ലാസ്മേറ്റായ രാധാമണിക്ക് വേണ്ടി. ഒരു സൈനികനും എഴുത്തുകാരനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിൽ രചിച്ചിരിക്കുന്ന ബഷീർ കൃതി. ശബ്ദങ്ങൾ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഒഴിഞ്ഞ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. ബഷീറിന് മുട്ടത്തു വർക്കി അവാർഡ് ലഭിച്ച വർഷം 1993. ബഷീറിന്റെ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ്? ആകാശമിട്ടായി. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത്? തേന്മാവ്. ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം 1946. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണി അമ്മ. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? ഒരിടത്തൊരു സുൽത്താൻ. ഗുത്തിന് ഹാലിട്ട ലിത്താപ്പോ സജ്ജിന് ബാലിക ലുട്ടാപ്പി. ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മൂത്താപ്പ? മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ. കൊച്ചുനീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ഒന്നും ചേർന്നാൽ എത്രയാണെന്ന് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് എത്ര? ഇമ്മണി ബല്യ 1. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് എന്താണ്? കടുവക്കുഴി ഗ്രാമം.
ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാല സഖി. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ അറകൾ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് ബഷീർ. ഏത് വർഷമാണ് അത് ലഭിച്ചത്? 1970. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം.